ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പതിവിലും ഡിഫറൻ്റ് ആയിട്ട് ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്നാലേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കറുകപ്പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഒരു പിഞ്ച് ഉപ്പ്. ഇത് ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. മൂന്ന് പ്രാവശ്യം നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നല്ല മിക്സ് ചെയ്താൽ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റ് കിട്ടും. ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 8 ഇഞ്ച് കേക്ക് ടിന്നാണ്. നിങ്ങൾക്ക് വീട്ടിൽ വേറെ ഏത് പാത്രം വേണമെങ്കിലും ഇതേപോലത്തെ റൗണ്ട് പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബാറ്റർ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ചെയ്യാം. ഞാൻ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ തിരിച്ച് നമ്മളിങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് സിസർ വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ആണെങ്കിലും ഉപയോഗിക്കാം, സൺഫ്ലവർ ഓയിൽ. നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പേപ്പർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതേപോലെ ബട്ടർ ഓയിലോ അതേപോലെ അതിൻ്റെ ടോപ്പിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പേപ്പർ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ അത് ഇളകി വരും. എന്നിട്ട് നമ്മൾ ഇതിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ബട്ടർ കൂടുതലായി കഴിഞ്ഞാൽ ഇത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. സൈഡും നടുക്കൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് പൊട്ടി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കേക്ക് ടിന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 4 ക്യാരറ്റാണ്, 250 ഗ്രാം ഈന്തപ്പഴം, 50 ഗ്രാം കാഷ്യൂ നട്ട്. ഇനി നമുക്ക് ഇതൊരു 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ കൈ നല്ല കഴുകിയിട്ട് വേണം ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാഷ്യൂ നട്ട് നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിലും പൊടിച്ചിടാം. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ടിരിക്കുകയാണ്. നമ്മളിതിൽ കുറച്ച് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി. നിങ്ങൾ മാക്സിമം കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ ഷുഗർ കാരമലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ പാൻ ചൂടായ ശേഷം നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കരിഞ്ഞു പോകും. ഷുഗർ ഇതേപോലെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാലേ ഈ ഷുഗർ പെട്ടെന്ന് നമുക്കൊന്ന് മെൽറ്റായി കിട്ടത്തുള്ളൂ. ഷുഗർ ഇതാ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. ഇതേപോലെ ഷുഗർ നല്ല മെൽറ്റായിട്ട് വരും. ഇതേപോലെ ഒരു ലിക്വിഡ് ഫോം ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ബ്രൗൺ ആവണ വരെ നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഷുഗർ ഡയറക്റ്റായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ് കാരമൽ. അതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാവൂ. ഇപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എറിക്കാനുള്ള ചാൻസ് ഉണ്ട്. മാറി നിന്നിട്ട് വേണം വെള്ളം ഒഴിക്കുക. ഇതൊരു 3/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നല്ല ഒരു ബ്രൗൺ കളർ ആവണവരെ നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റോളം നമ്മളിത് തിളപ്പിക്കേണ്ടത്. ഇതേപോലെ ഷുഗർ മെൽറ്റായതെല്ലാം നമുക്ക് ആ വെള്ളത്തിലേക്ക് പിടിക്കുകയുള്ളൂ. നമുക്ക് ഇതെല്ലാം കൂടി നമ്മൾ ഏകദേശം ബോയിൽ ചെയ്തിട്ട് നമുക്കൊരു 1/2 കപ്പ് ഷുഗർ കാരമലാണ് വേണ്ടത്. അത് കാരണം നമ്മളൊന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതേപോലെ ഏകദേശം നമുക്കൊരു 1/2 കപ്പ് ആവാറാകുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തേക്കും. ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മളുടെ ഷുഗർ കാരമലായിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം ഇത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നല്ലപോലെ നമുക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം മാത്രമേ നിങ്ങൾ ബാറ്ററിൽ ഒഴിച്ചു കൊടുക്കാവൂ. ചൂടോടെ ഒഴിക്കരുത് ഒരിക്കലും. നമ്മളൊരു 3 മുട്ട ഫുള്ളായിട്ട് എടുക്കുക. അതിപ്പോൾ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. മുട്ടയുടെ സ്മെല്ല് മാറുന്നവരെ നമ്മൾ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമുക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ബീറ്റർ ഒന്ന് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒരു ഫ്ലഫി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. 1 കപ്പ് പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ കുറച്ചായിട്ട് ആഡ് ചെയ്യും. ഷുഗർ പൗഡർ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. ഇതേപോലെ ഒരു പാത്രം വെച്ചെടുക്കുക. അതിലൊരു റിങ് വെച്ച ശേഷം നമുക്ക് ഇതിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം.
നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ കാരമൽ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത ശേഷം ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എണ്ണ ഒഴിച്ച ശേഷം അധികം ബീറ്റ് ചെയ്യരുത്, ഹൈ സ്പീഡിലിട്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതിലേക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു ബിസ്ക്കറ്റ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കുറച്ചായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതേപോലെ അമർത്തി ഫോൾഡ് ചെയ്യരുത്, എന്നാൽ കേക്ക് നല്ല കട്ട് ചെയ്യിപ്പോൾ. ഇതേപോലെ ഫോൾഡ് ചെയ്താൽ മാത്രമേ സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ലാസ്റ്റ് നമ്മളൊരു സ്പാച്ചില വെച്ച് ഫോൾഡ് ചെയ്തെടുത്താൽ മെല്ലെ ഫോൾഡ് ചെയ്യും. ഇനി നമുക്ക് ഈ നേരത്തെ മിക്സ് ചെയ്ത മിക്സ് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരുമിച്ചിടരുത്. ഇതേപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിലിട്ടൊക്കെ നല്ല മിക്സ് ആവാതെ കിടക്കും. അപ്പോൾ നല്ല പോലെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യണത്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഹീറ്റ് ചെയ്ത മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിത് വെച്ച് 40 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. 40 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓവനിലാണെങ്കിലും ഒരു 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിൽ എയർ കയറും. എയർ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൃത്യമായിട്ട് കേക്ക് വെന്ത് കിട്ടത്തില്ല. ഇപ്പോൾ 40 മിനിറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് കുത്തി നോക്കാം ആയിട്ടുണ്ടോയെന്ന്. ഇതിലൊന്നും നമുക്കിതാ വരുന്നില്ല. ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇതിപ്പോൾ നമുക്ക് ഒന്നും ഒട്ടിപ്പിടിക്കാനൊന്നുമില്ല. നമ്മൾ സൈഡിലൊക്കെ ഒന്ന് കുത്തി നോക്കുക. ഇതേപോലെ എല്ലായിടത്തും വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒന്ന് തണുത്ത ശേഷം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് 5 മിനിറ്റ് ഒന്ന് തണുക്കാൻ വയ്ക്കാം. കേക്ക് ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നൈഫ് വെച്ച് ചുറ്റും ഇതേപോലെ റൗണ്ട് ചെയ്ത് ഒന്ന് സൈഡെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുന്നത് നമ്മൾ കേക്ക് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിൽ നിന്ന്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുക. പാത്രം മാറ്റിയ ശേഷം നമുക്ക് ആ ബട്ടർ പേപ്പർ ഒന്ന് ഇതേപോലെ എടുത്ത് മാറ്റുക. ഇപ്പോൾ കേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കമഴ്ത്തി വയ്ക്കാം. ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കേക്ക് ഏകദേശം 1 കിലോയോളം ഉണ്ട്. ഇതാ നല്ല സോഫ്റ്റാണ് കേക്ക്. നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ നൈഫ് കേക്കിലേക്ക് നല്ല പോലെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അത്രമാത്രം നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.